മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. രജനി, നീ പോവാൻ നോക്ക്. അതെ ചേച്ചി വയ്ക്കോ. അല്ലടാ, രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം. മന്ത്രി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷ കിട്ടി. ഞങ്ങൾ ഇന്ന് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം തരാൻ അച്ഛൻ തയ്യാറാണോ? ആണെങ്കിൽ അത് പറ. ഞങ്ങൾ വളർന്നു അച്ഛൻ പറഞ്ഞല്ലോ, ഇനി അച്ഛൻ വളർന്നു ഞങ്ങൾ നോക്കട്ടെ. അച്ഛൻ ഉത്തരം പറ. ആരാ തനുജ? അവള് പറഞ്ഞ സത്യമാണോ? സത്യമല്ലെങ്കിൽ അത് നിഷേധിച്ച് ഒരു പത്രസമ്മേളനം വിളിക്കാനോ പ്രസ്താവന ഇറക്കാനോ പറ്റുമോ? പറ്റില്ല. ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്നത് കണ്ടാ നിനക്ക് കാര്യങ്ങൾ ഊഹിച്ചൂടെ മോളെ? ചേച്ചി ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തനുജയ്ക്ക് ഈ വീടോ മറ്റു വസ്തുക്കളോ വല്ല എഴുതി കൊടുത്തിട്ടുണ്ടോ? അതും കൂടി അറിയണം. അങ്ങനെയാണെങ്കിൽ നന്ദനും അമ്മയും ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങിക്കോളും. പുതിയ മോളെയും കുടുംബത്തിനെ കൂട്ടിക്കൊണ്ട് വന്നാ മതി. ഞാൻ പറഞ്ഞത് കേട്ട അച്ഛൻ ചിരിക്കുന്നു. ചിരി ഒരു ഉത്തരമല്ല അച്ഛാ, ഉത്തരം ഇല്ലാത്തതിന്റെ സൂചനയാ. മന്ത്രിയും പരിവാരങ്ങളും വന്ന് ആഘോഷങ്ങളും ചർച്ചകളും വർത്തമാനവും നടന്നു. മഹത്വങ്ങൾ കേട്ടു. പക്ഷെ ഇവിടെ ഭാര്യയും മക്കളും ഉള്ളു നീറിയ നിന്നത്. നാട് ഭരിക്കുന്ന മന്ത്രി വീട്ടിൽ വന്നിട്ടും സന്തോഷിക്കാൻ പറ്റാത്ത ഗതികേടിലാണല്ലോ ഞങ്ങളന്ന് നീറ്റലിലായിരുന്നു. ചിരിച്ചു കാണിച്ചതൊക്കെ പുറം പൂച്ചായിരുന്നു. മന്ത്രി മേരി തോമസിന് വലിയ ആളാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല. പ്രഭാവതിക്കും നന്ദനും രജനിക്കും അങ്ങനെ തോന്നണം. ഞങ്ങളുടെ അച്ഛൻ വലിയൊരാളാണെന്ന് എനിക്ക് നന്ദന് അഭിമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ചേച്ചി വേണ്ട. കുറെ നാളായിട്ട് നമ്മൾ മാറി മാറി സംസാരിക്കുന്നു. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുക. ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഇതിൽ മുന്നോട്ട് പോകാനും പോകുന്നില്ല. മോളിച്ചല്ലേ. ചെല്ല. ചേട്ടാ നിർത്തിക്ക. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓ ശരി. ഒന്ന് നിക്കണം. ആ ചേച്ചി, ചേച്ചി എവിടെ പോയോ? നീ എവിടെ പോയതാ? ഞാൻ മുരളിയുടെ വീട്ടിലൊന്ന് പോയതാ. ചന്ദ്രോത്തിലെ ബന്ധങ്ങളൊക്കെ അടിച്ചു പിരിച്ചു. ഇനി മുരളിയുടെ വീട്ടിലെ സമാധാനം കൂടി കെടുത്താനാണോ നീ പോയത്? ചേച്ചി പ്ലീസ്, നമുക്ക് വഴിയിൽ വെച്ചൊരു തർക്കം വേണ്ട. വഴിയിൽ നിന്ന് വേണം നിന്നോടൊക്കെ തർക്കിക്കാൻ. മിണ്ടാപ്പൂച്ചകളുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർ കൂടി അറിയണം. ചേച്ചി ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്ന്. എന്റെ മനസ്സില് ചേച്ചിക്ക് അത്ര വലിയ സ്ഥാനോ? ആണോ? ഈശ്വര, ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് എന്ത് വേണം? ദേവിക മഹാറാണിയുടെ മനസ്സിലും ഈ ഉള്ളവൾക്കൊരു സ്ഥാനം അനുവദിച്ചു കിട്ടിയല്ലോ. മന്ത്രി മേരി തോമസ് വന്നതുകൊണ്ട് മാത്രമാ ഇന്ന് അച്ഛനും മോളും രക്ഷപ്പെട്ടത്.
ഞങ്ങൾ ഒരുങ്ങി തന്നെ നിൽക്കുമായിരുന്നു രണ്ടിലൊന്നും അറിയാൻ. ഇന്ന് നടക്കാതെ പോയത് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. ചേച്ചി, ഒരു വഴക്കിന്റെ ബഹളത്തിന്റെ ആവശ്യമില്ലാതെ കാര്യങ്ങളെല്ലാം വെളിപ്പെടും. അച്ഛൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയല്ലേ കുറച്ചുകൂടി സമയം അനുവദിക്കാൻ. കുറച്ച് സമയം കൂടി അനുവദിക്കാൻ ഇതെന്താടി ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കുന്ന കേസാണോ? ഇത് ജീവിതോ? വിശ്വാസവഞ്ചനയും ചതിയും അഭിമാനവും ഒക്കെ കൂടി കുഴഞ്ഞു കിടക്കുന്നതാ. പിതൃത്വവും മാതൃത്വവും ഒക്കെ തെളിയിക്കേണ്ട കാര്യമാ. അതിനാണോ കുറച്ച് സമയം കൂടി കേൾക്കുന്നത് അല്ലേ? ഒരു നിമിഷം കൂടി നീട്ടാതെ ഒക്കെ പറയേണ്ടതിന് പകരം അച്ഛന്റെ കൂടെ കൂടി നീയും മറ്റുള്ളവരെ പറ്റിക്കുന്നു. പറയിക്കും, എല്ലാ സത്യവും പറയിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങും. ആ സത്യം അറിയുമ്പോ അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ ചേച്ചിയും അമ്മയും നന്ദും ഒക്കെ പശ്ചാത്തപിക്കുകയും ചെയ്യും. നീ ആരുടെ അച്ഛന്റെ വക്കാലത്തെടുക്കാൻ? തല്ലിക്കോ ചേച്ചി. എന്നെ തല്ലാൻ സ്വാതന്ത്ര്യമുള്ള ചുരുക്കം പേരുള്ള ഒരാൾ ചേച്ചിയാ. വേണ്ട, ഞാൻ തല്ലുന്നവർക്ക് വേണം ഒരു യോഗ്യത. നിന്നെ തല്ലി എന്റെ കൈ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നെ തല്ലി ചേച്ചിയുടെ കൈ ചീത്തയാക്കുന്നില്ല എന്നല്ലേ പറയാൻ വന്നത്? ഞാൻ പറയുന്നതല്ല, ഒക്കെ നീയായിട്ട് പറയിപ്പിക്കുന്നതാ. നീയും കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നിരുന്നെങ്കില് അച്ഛനൊക്കെ എന്നെ തുറന്നു പറഞ്ഞേനെ. അച്ഛൻ പറഞ്ഞല്ലോ ചേച്ചി, എല്ലാം തുറന്ന് പറയാന്ന്. അച്ഛനെ വിശ്വസിക്കാം. ഒരു വഴക്കിന്റെയോ തർക്കത്തിന്റെയോ ഭാഗമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. നിനക്ക് വിശ്വാസമുണ്ടോ തനൂജ പറയുന്ന കളവാണെന്ന്? അച്ഛനും തനൂജയുമായി ബന്ധമൊന്നുമില്ലാന്ന്? 100% ഉറപ്പാ. 100 101% ഉറപ്പാ. എങ്കിലേ ഞങ്ങൾക്ക് ഉറപ്പില്ല. മന്ത്രി മേരി തോമസ് അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? മന്ത്രിക്ക് എന്ത് പറഞ്ഞൂടാ? കയ്യടി കിട്ടാൻ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിലാണ് അവർക്ക് ബുദ്ധിമുട്ട്. കേൾക്കുന്നവരും അത് പെട്ടെന്ന് വിശ്വസിക്കും, കൈയടിക്കും. ഒരു സന്തോഷിപ്പിക്കാൻ, അത്ര തന്നെ. അതുമല്ല, അനുഭവിക്കുന്നത് മന്ത്രിയല്ലല്ലോ, നമ്മൾ വീട്ടുകാരല്ലേ. മാഡം ലേറ്റ് ആവോ? എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ഇതാ വരുന്നു. ഇതിവിടം കൊണ്ട് തീരില്ല. നീ ചെല്ല്. ഇതെന്താ പരിപാടി? ഒരു പപ്പായ നിന്നോട് എത്ര ദിവസമായി പറയുന്നു മരത്തിൽ നിന്ന് പൊട്ടിച്ചേരാൻ? അയ്യോ, അവൻ വിട്ടുപോയി. ഗിരി വീട്ടിലോട്ട് വന്നോ മോളെ? ഇല്ലമ്മേ, ഞാനൊരു ഓട്ടോ പിടിച്ച് വായനശാലയിലെത്തി. അവിടുന്ന് ഞങ്ങളിങ്ങ് പോന്നു. മന്ത്രി മേരി തോമസ് വീട്ടിൽ വന്നിരുന്നു അല്ലേ? TV കണ്ടിരുന്നു. വന്നിരുന്നു അമ്മേ. സിദ്ധാർത്ഥൻ സാറ് നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഹോ, മന്ത്രിമാർക്ക് വരെ എന്തൊരു മതിപ്പാ സാറിനെ. സത്യത്തിൽ അഭിമാനം തോന്നി. ഇത്രയും വലിയൊരാളിന്റെ മകളാണല്ലോ എന്റെ അടുക്കളയിലും ഞങ്ങളോട് വർത്താനം പറഞ്ഞും ഞങ്ങളുടെ ആളായി നിൽക്കുന്നു എന്ന് ആലോചിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയാതെ. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. അതുമല്ല, അച്ഛനെ കുറിച്ച് അമ്മ പറഞ്ഞതുപോലെ ആ സന്തോഷം എനിക്കിപ്പോ കിട്ടുന്നുമില്ല. നാട്ടിൽ മതിപ്പുണ്ടായ പോരല്ലോ അമ്മേ, വീട്ടുകാരോട് നീതി കാണിക്കണ്ടേ? സിദ്ധാർത്ഥൻ സാറ് തനൂജയുടെ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തോന്നുന്നു ഗിരിയുടെ നിലപാടാ ശരിയെന്ന്. സാർ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാ മതിയോ അമ്മേ? ഭാര്യയോടും മക്കളോടും ആ മനസ്സിലിരിപ്പ് പറയണ്ടേ? ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നിന്നതാ അച്ഛനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് അടങ്ങുന്നു. പക്ഷെ അതിനിടയിലെ മിനിസ്റ്റർ വന്നത്, അതോടെ അന്തരീക്ഷം മാറി. പക്ഷേ അച്ഛനെ കൊണ്ട് സത്യങ്ങൾ തുറന്ന് പറയിപ്പിക്കുക തന്നെ ചെയ്യും. മറ്റൊരിടത്തും വേണ്ട. അമ്മയുടെയും
ഗിരിയുടെ മുന്നിൽ എനിക്ക് അന്തസ്സോടെ നിന്നേ പറ്റൂ. ഞങ്ങളുടെ മുമ്പ് നിന്റെ അന്തസ്സിന് ഒരു കോട്ടവും വന്നിട്ടില്ല, വരികയില്ല. വീട്ടിൽ ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അതിന് നീ എങ്ങനെ ഉത്തരവാദിയാവും? അല്ലേടാ ഗിരി? ആ, നിങ്ങൾ അമ്മായി അമ്മയായി മരുമകളായി. അതിനിടയിൽ ഞാനെന്താ അഭിപ്രായം പറയാം? ആഹാ, ഞങ്ങളെ അമ്മായി അമ്മയും മരുമോളും അല്ല, അമ്മയും മോളുവാ. ഓ, അല്ലേ അമ്മേ? പിന്നല്ലാതെ. എന്റെ മോക്ക് അമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, അതൊക്കെ പറയാം. എന്താ ഗിരി? ആ, എനിക്കറിയില്ല. ചെല്ല്, പോയി നോക്ക്. എന്താ അമ്മേ? ഇതാ മോളെ, ഐശ്വര്യായിട്ട് പിടിക്ക്. എന്താ ഇത്? വാങ്ങിക്കേ. എന്താ ഗിരി? ആ, വാങ്ങിക്കാനല്ലേ അമ്മ പറഞ്ഞത്, വാങ്ങിച്ചോ. ഗിരിയുടെ ശമ്പളോ? എല്ലാ മാസവും അവൻ ശമ്പളം അതുപോലെ എന്റെ കൈ കൊണ്ട് തരും. വരവ് ചെലവ് കണക്കൊക്കെ ഞാനാ. എല്ലാം കൃത്യമായി എഴുതി വെക്കും. ഒരു കൊച്ചു തുക സേവിങ്സിലും പോവും. ഇനി ഇതൊക്കെ നിന്റെ ചുമതലയാ. അയ്യോ അമ്മേ. ഖജനാവിന്റെ സൂക്ഷിപ്പിന് മുതൽ നിനക്കാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഒക്കെ അമ്മ തന്നെ ചെയ്താ മതി. ഞാൻ ഇനി മുതൽ രക്ഷാധികാരിയാ, നീ ആ വീടിന്റെ സെക്രട്ടറി. ഒക്കെ നിന്റെ കയ്യിലൂടെ പോയാ മതി. അല്ലമ്മേ, ഞാൻ ന്യൂ ജനറേഷന്റെ മിടുക്കം ഒന്ന് അറിയണമല്ലോ. അമ്മേ. ഞാൻ ചായ എടുത്തു വയ്ക്കാം. ഗിരി, ഇത് അമ്മ. അമ്മ പറഞ്ഞത് തന്നെ എന്റെ ശരി. വാ. ആ, നിർത്ത്. തനൂജയുടെ വീടല്ലേ? അവിടെ ഒന്ന് വിളിക്ക്. അല്ല, നിങ്ങൾ ആരാ? ആരാ എന്താന്നൊക്കെ അവക്കറിയാം. അവളെ വിളിക്ക്. ആ, കാര്യം എന്താന്ന് എന്നോടൊന്ന് പറ. നിങ്ങളോട് പറഞ്ഞാൽ മതിയോ? ആ, എന്നാ ശരി. ദാ, അവള് പലവട്ടമായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാശിന്റെ കണക്കായത്. ഇതിങ്ങ് തിരിച്ചു തന്നേരെ. അയ്യോ, എന്റെ കയ്യിലെവിടുന്ന? നിങ്ങളോട് പറഞ്ഞാൽ മതിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കാശ് തന്നേ. ഈശ്വര, ഇത് എത്രയാ തുക? അവളെ വിളിക്കേ, ഞാൻ അവളെ നിന്ന് വാങ്ങിച്ചോളാം. അവളിവിടെ ഇല്ല, സത്യമായിട്ടില്ല. എന്നാ ഞാൻ അകത്ത് കയറി നോക്കട്ടെ. എന്താ? അവളിവിടെ ഇല്ലാന്ന് പറഞ്ഞത് നേരാ. എവിടെ പോയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എങ്കിൽ വരുമ്പോ പറഞ്ഞേരെ ഈ അർജുനൻ വന്നെന്ന്. വരുന്ന അർജുനൻ എന്ന് പറഞ്ഞാൽ മതി, അവക്ക് മനസ്സിലാവും. ഈ മുൻ MLA സിദ്ധാർത്ഥൻ അവളുടെ അച്ഛനാണെന്ന് പറയുന്നത് വാസ്തവാണോ? ആ പേരിൽ അവൾ എന്റെ കാശ് വാങ്ങിയേ. അവൾ വീഡിയോ ഇട്ടിരുന്നല്ലോ ഈ മുൻ MLA കുറിച്ച്, അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞൊക്കെ. എല്ലാം കൂടെ വിശ്വസിച്ചാ ഞാൻ ഈ പൈസയൊക്കെ എടുത്ത് കൊടുത്തത്. അവള് പൈസ തരാൻ വൈകിയാ ഞാൻ മുൻ MLA ചെന്ന് കാണും. അവിടെ ഇതുപോലെ കൈമലർത്തുകയാണെങ്കിലേ ഞാൻ ഇവിടെ കയറി അങ്ങ് നിറങ്ങും. പറഞ്ഞേരെ. അതെ, അവളുടെ അച്ഛൻ മുൻ MLA സിദ്ധാർത്ഥനാണോ അതോ നിങ്ങളാണോ? അറിയാൻ വയ്യല്ലേ? എങ്കിൽ ഞാൻ കാണിച്ചുതരാം. വണ്ടി ഇടറാ. പൈസ മാറ്റിട്ട് പൊളിച്ചു കിടക്കാം. ഈ പരന്തിനോടാ കളി. എന്താ ഏട്ടാ ഇതൊക്കെ? അവൾ ഒരു തരത്തിലും സമാധാനം തരില്ലല്ലോ. ഒരു
10 ദിവസം കൂടി അവധി തരണം ജോസേട്ടാ. ഇല്ലെന്നേ, ഒരു 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരും. ആ, ഉറപ്പ്. ആ, ശരി. എന്താ മുരളിയേട്ടാ? ഒന്നുമില്ല. കാശ് തന്ന ആള് തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയല്ലേ? നമ്മൾ ചോദിക്കുമ്പോ കാശ് തന്നവർക്ക് പറഞ്ഞ തീയതിയിൽ തിരിച്ചു കൊടുക്കണ്ടേ? മുരളിയേട്ടാ, കാശ് എങ്ങനെ മടക്കി കൊടുക്കും? എങ്ങനെയെങ്കിലും കൊടുത്തല്ലേ പറ്റൂ. 1-2 രൂപയൊന്നും അല്ല. ആരോട് ചോദിക്കും? അറിയില്ല. ഞാൻ 1-2 പേരോട് ചോദിച്ചു, പക്ഷെ ഉറപ്പൊന്നുമില്ല. നമ്മളെക്കാൾ കഷ്ടത്തിലാ പലരും. എല്ലാരും ആർക്കെങ്കിലുമൊക്കെ കടക്കാരാ. മുരളിയേട്ടാ, ചന്ദ്രത്തിന്റെ അവസ്ഥ അറിയാം. എന്നാലും നന്ദനോടൊന്ന് ചോദിക്കുന്നു. നന്ദന് വേണ്ടിയല്ലേ വാങ്ങിയത്? അത് വേണ്ട. കാശുണ്ടെങ്കിൽ അവൻ ചോദിക്കാതെ തന്നെ തരും. മുമ്പൊക്കെ നമുക്കൊരാവശ്യം വരുമ്പോ എന്തുമാത്രം സഹായിച്ചിട്ടുള്ളവനവൻ. തിരികെ കൊടുത്താലും പതുക്കെ മതിയടാന്നും പറഞ്ഞ് കണ്ടറിഞ്ഞ് കൂടെ നിന്നവനാ. ദേവിക എന്ന കാര്യം ചോദിച്ചപ്പോ പറയായിരുന്നു. അല്ല, ഇനി ദേവികയുടെ കയ്യിൽ മാറ്റിവെച്ച കാശെന്തെങ്കിലും ഉണ്ടെങ്കിലോ? 5 പൈസ കാണില്ല. അതൊക്കെ ഊഹിച്ചൂടെ ഗൗരി? നമ്മൾ നന്ദനോടോ ദേവികയോടോ കാശിന്റെ കാര്യം ചോദിക്കുകയും അവരെ മടക്കി തരാനാവാതെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതവർക്ക് താങ്ങാൻ പറ്റുമോ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രോത്ത് ആരോടും കാശ് ചോദിക്കണ്ട. എങ്കിൽ ഞാൻ അമ്മിണി ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ? അല്ല, ഈ സുധാകര സാറിന്റെ ഭാര്യ അമ്മിണി ചേച്ചിയോടാണോ? പലിശക്കാരോട് അവധി പറയാൻ പറ്റുമോ? ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ഗൗരി, എന്താ മുരളിയേട്ടാ? അല്ല, ഇന്നുവരെ നീ അവരോടൊന്നും കാശ് കടം ചോദിച്ചിട്ടില്ലല്ലോ. നിനക്കതൊരു ക്ഷീണമാവില്ലേ? എന്ത് ക്ഷീണം? നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആർക്ക് എന്താ ആവശ്യം എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. കാശിന്റെ ബുദ്ധിമുട്ട് എപ്പോ വേണമെങ്കിലും വരാം. അടുപ്പുള്ളവരോട് ചോദിക്കുന്നതിന് നാണക്കേട് എന്തിനാ? അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബ്ലഡിന് ആവശ്യം വന്നില്ലേ? ആരോടെങ്കിലും ബ്ലഡ് ചോദിക്കാൻ പഠിച്ചോ? ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവും. എന്നെ ഓർത്ത് മുരളിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു ചമ്മലും ഇല്ല. വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോഴുള്ള സുഖം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് മനസ്സിലാവുന്നത്. നന്ദു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? തനൂജയെ കുറിച്ചൊന്നും അല്ല, നമ്മളെ സംബന്ധിക്കുന്ന വിഷയമാ. അന്ന് മുരളീട്ടനോട് വാങ്ങിയ കാശില്ലേ, അത് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുത്തോ. എന്താ? കൊടുത്തോളാൻ. അകത്തലമാരിൽ കൊണ്ട് കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിരത്ത് കൊടുക്ക്. അല്ലെങ്കിൽ പുറകുവശത്ത് പണം കായ്ക്കുന്ന മരത്തിലുണ്ട്, അതിൽ നിരത്ത് കൊടുത്താലും മതി. എന്നെ കളിയാക്കുകയാണോ? നമ്മൾ കൊടുക്കേണ്ട കാശല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. അതുപോലെ അവർക്കും കാണുമല്ലോ പ്രയാസങ്ങള്. ഞാൻ അവിടെ ചെന്നപ്പോ അവര് കാശിന്റെ കാര്യം എന്തോ സംസാരിക്കുന്ന പോലെ തോന്നി. നിനക്ക് കാശ് കൊടുക്കാൻ പറ്റുമോ? എന്താ? അവരുടെ നിന്ന് വാങ്ങിയ കാശ് നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോന്ന്? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ മിണ്ടായിരിക്കെ, ഞാൻ നോക്കിക്കോളാം. നന്ദു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. എന്താ നന്ദു, നമ്മളെ രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യം എന്റെയും കൂടി കാര്യല്ലേ? നന്ദു പറയുന്ന കേട്ടാ ഞാൻ ഏതോ അന്യസ്ത്രീയാണെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷേ നീ ഒരുപാട് അങ്ങ് അകന്നു പോയിന്ന് മനസ്സിലായി. എവിടെയാ നന്ദു ഞാൻ അകന്നത്? നന്ദു അതും കൂടി ഒന്ന് പറഞ്ഞേ. കാര്യങ്ങൾ തെളിവ് സഹിതം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല.
എല്ലാം രണ്ടുപേർക്കും അറിയാം. ആ അത് പോട്ടെ, മുരളിക്ക് കൊടുക്കാനുള്ള കാശിന്റെ കാര്യം അത് ഞാനും മുരളിയും കൂടെ തീർത്തോളാം. പണം തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നന്ദു? നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? പൈസയുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. നീ അതിൽ തലയിടണ്ട. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇനി മുതൽ എന്റേത് മാത്രമാ. നന്ദു, പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.